വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. സബാഷ് രാഹുൽ ജി. കുറെ നേതാക്കന്മാർ നിശബ്ദതയിൽ നിന്ന് സംഘപരിവാറിന് വേണ്ടിയിട്ട് ഓശാന പാടിയിട്ട് അവരുടെ വാലും പിടിച്ചു നിന്നപ്പോൾ അതിന് തയ്യാറാവാതെ യഥാർത്ഥ സത്യം ജനങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറഞ്ഞതിന് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. രാഹുൽ ഗാന്ധിയുടെ മരണമാസ പ്രതികരണം പറയേണ്ടത് മുഖത്ത് നോക്കി തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ അക്കൗണ്ടിലും കൃത്യമായ മറുപടി തന്നെ സംഘികൾക്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളായ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുകയാണ്. എന്റെ മുസ്ലിം സഹോദരങ്ങളെ ഹൈന്ദവന്റെ പേര് പറഞ്ഞുകൊണ്ട് ചില കപട മതവിശ്വാസികൾ അതിദാരുണമായ രീതിയിൽ വേട്ടയാടുകയാണ്. അവരുടെ വീടുകളെ, അവരുടെ ആരാധനാലയങ്ങളെ അവരെ ആക്രമിക്കുകയാണ്. ഇതിനെ പ്രതിരോധിക്കുക തന്നെ വേണം. കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം, ശക്തമായ പ്രതിഷേധം ഉണ്ടാകണം, കൃത്യമായ നടപടി ആക്രമികൾക്കെതിരെ എടുക്കാൻ അധികാരികൾ മുന്നോട്ട് വരണമെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചിരിക്കുകയാണ്. അദ്ദേഹമാണ് ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തിൽ കൃത്യമായ ഇടപെടൽ ത്രിപുര വിഷയത്തിൽ നടത്തിയിട്ടുള്ളത്. നമുക്കറിയാവുന്ന വിഷയമാണ്. ചില ഇടതുപക്ഷ നേതാക്കന്മാർ കടിച്ചാൽ ദേശീയ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു നേതാവ് ത്രിപുര വിഷയത്തിൽ പ്രതികരിക്കുന്നത് ഇത് ആദ്യമാണ്. കാരണം ഈ വിഷയം ഒരാഴ്ചയായി ലൈവായി നിൽക്കുകയാണ്. ത്രിപുരയിലെ ഇടതുപക്ഷ നേതാക്കന്മാർ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് എങ്കിൽ പോലും ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്ന ദേശീയ നേതാക്കന്മാർ ഈ വിഷയത്തിൽ നിശബ്ദത പാലിച്ചത് ഞെട്ടിപ്പിച്ച വിഷയമാണ്. പക്ഷേ രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായ രീതിയിൽ തുറന്നടിച്ചു പറഞ്ഞിരിക്കുന്നു, തന്റെ സഹോദരങ്ങളായിട്ടുള്ള മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുകയാണ്, അവർക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കുക, അവർക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് വരിക എന്നുള്ളത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ വാളുകളിൽ വ്യക്തമായി എഴുതി ചേർത്തിട്ടുമുണ്ട്. അത് മാത്രമല്ല, ത്രിപുര റയോട്സുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് ത്രിപുരയിലെ സർക്കാരിന് കൃത്യമായ താക്കീതും രാഹുൽ ഗാന്ധി നൽകിയിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്ത് നിന്നുള്ള ഈ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. നമുക്കറിയാവുന്ന വിഷയമാണ്. ത്രിപുരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിനും അപ്പുറമായിട്ടുള്ള കാര്യങ്ങളാണ്. ഏത് രീതിയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടമായി അവർ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഭൂരിപക്ഷ മേഖലകളിലേക്ക് എത്തിച്ചേരുകയും അവിടെ അർദ്ധരാത്രിയിൽ ഇരുട്ടിന്റെ മറവിൽ ആക്രമണം അഴിച്ചുവിട്ടിട്ട് ഭീതി പരത്തുന്ന വല്ലാത്തൊരു സ്വഭാവമാണ് സംഘപരിവാറിനുള്ളത്. VHPയും ബജരംഗദളുമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നുള്ളത്. ഇവരുടെ ആളുകളാണ് പരക്കെ ആക്രമണം അഴിച്ചുവിടുന്നുള്ളത്. പള്ളികളിലേക്ക് കയറിയിട്ട് അവിടെയുള്ള ഖുർആനുകൾ, അതുപോലെ തന്നെ മതഗ്രന്ഥങ്ങൾ, ഇതൊക്കെ കത്തിക്കുന്ന ഒരു സ്വഭാവം ഈ ആക്രമണങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായി ലഭിക്കുന്നുണ്ട്. ഇത് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കുട്ടികളെയും സ്ത്രീകളെയും വേട്ടയാടുന്ന ഒരു രീതിയും ഈ ആക്രമണത്തിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. പൊതുവെ സംഘപരിവാറിന്റെ ഒരു ആക്രമണ രീതി തന്നെയാണ്. ആളുകളെ ഈ രീതിയിൽ വേട്ടയാടിയിട്ട് അവരെ ഭയപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇത്തരത്തിലുള്ള ആക്രമണ ശൈലിയിൽ സംഘപരിവാർ ലക്ഷ്യം വെക്കുന്നുള്ളത്. എന്തായാലും ഏറ്റവും വലിയ ഒരു ആശ്വാസം എന്ന് പറയുന്നത് വൈകിയാണെങ്കിലും ചില നേതാക്കന്മാർ പ്രതികരണങ്ങളുമായി രംഗത്ത് വരുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറമാണ് ത്രിപുരയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുള്ളത്. വല്ലാതെ വേദനിപ്പിക്കുന്ന രംഗങ്ങളാണ് ത്രിപുരയിൽ നിന്ന് ലഭിക്കുന്നുള്ളത്. അവിടെയുള്ള മദ്രസ അധ്യാപകന്മാരെ, അതുപോലെ തന്നെ മുസ്ലിം മത പണ്ഡിതന്മാരെ വേട്ടയാടുന്ന രീതിയും അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങുന്ന വലിയ രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള ഒരു ആക്രമണമാണ് നിലവിൽ ത്രിപുരയിൽ സംഘികൾ അഴിച്ചുവിടുന്നുള്ളത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഉടൻ നിങ്ങളിലേക്ക് എത്തിക്കും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.